എൻ്റെ പേര് അനൂപ്. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കൊടുങ്ങല്ലൂരാണ് എൻ്റെ സ്ഥാപനം. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പ്ലൈ വേൾഡ് എന്നാണ്. കൂടുതൽ ചെയ്യുന്നത് പ്ലൈവുഡും ബോർഡുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതിൻ്റെ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നത് കെ ബോർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ്. പിന്നെ ഓൾറെഡി എനിക്ക് ഇൻറ്റീരിയറിൻ്റെ ഫേമുണ്ട്. ആ ഇൻറ്റീരിയറിലേക്കും നമ്മൾ ചെയ്യുന്നത് സെയിം ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഫ്രീ ഡെലിവറിക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ വണ്ടി വാങ്ങിയത് തന്നെ. കാരണം നമ്മളെ കസ്റ്റമേഴ്സിന് പരമാവധി അവരുടെ കയ്യിൽ നേരിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കമ്പനിയിൽ നിന്ന് നേരിട്ട് അവിടെ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ സെഗ്മെൻറ്റുകൾ പലതും നോക്കിയിരുന്നു. പല വണ്ടികളും നോക്കിയതിൽ എനിക്ക് എല്ലാ വണ്ടികളും പല പല സൈസിലായിരുന്നു. പക്ഷേ എനിക്ക് കംഫർട്ടായിട്ടുള്ളൊരു എൻ്റെ ലോഡിങ് കപ്പാസിറ്റി ഉള്ള വണ്ടി എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് സ്വിച്ചിൽ വന്നത്. അതിന് ഇത്രയും ബോഡി കപ്പാസിറ്റിയും ഞാൻ വേറെ വണ്ടിക്ക് കണ്ടിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും നോക്കാതെ നിന്നത്. പിന്നെ ഓൾറെഡി എനിക്ക് ഇലക്ട്രിക് വെഹിക്കിൾ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 5 വർഷത്തെ മേലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഈ ഇലക്ട്രിക് വണ്ടിയിലുണ്ട്. അപ്പോൾ ഓൾറെഡി എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് യൂസ്ഫുൾ ആവുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് തീരുമാനം ഉറപ്പിച്ചത്. വണ്ടി എടുത്തിട്ട് എനിക്ക് ഒരു 5000 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ 5 മാസത്തിന് താഴെ ആയിട്ടുള്ളൂ. 4 മാസം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട്. ഇപ്പോൾ അതിലെനിക്ക് എൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഞാൻ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ലോഡിങ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞേക്കാളും കൂടുതലായിപ്പോയി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടും അത് ഈസി ആയിട്ട് നമ്മൾ അവിടേക്ക് എത്താൻ പറ്റി. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വണ്ടി വഴിയിൽ പെടുന്നു വരുന്നതായിരുന്നു. കറക്റ്റ് പക്കയായിട്ട് അവിടെ എത്താൻ പറ്റി. ഞാൻ ഇതിനു മുമ്പ് കൂടുതൽ ഡീസൽ വണ്ടി തന്നെയായിരുന്നു കൊണ്ടുനടന്നിരുന്നത്. അപ്പോൾ ഡീസൽ വണ്ടി കൊണ്ടുനടന്നെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങുന്നൊരു ചിലവ് കുറവൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കൊണ്ട് നടക്കുന്നതിന് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. സർവീസും ആയാലും സ്പെയർ ആയാലും. ഇപ്പോൾ ഒരു നല്ലൊരു ലോഡ് കയറി കഴിഞ്ഞാൽ വണ്ടി ക്ലച്ച് താങ്ങുമ്പോൾ പെട്ടെന്ന് ക്ലച്ച് തേഞ്ഞ് തീരും. ഇതെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ക്ലച്ചോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണല്ലോ. കാരണം വേറെ ഒരു ഇതിന് പുകയോ വേറെ അങ്ങനത്തെ ഒരു ശല്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. എല്ലാവർക്കും ഒരു സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടി പോലെ ഇലക്ട്രിക് വണ്ടി പോവോ എന്നുള്ള ഇതിൽ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് കാറിൽ എല്ലാവരും ഓടിച്ച് എക്സ്പീരിയൻസ് ആയി. പക്ഷേ ഗുഡ്സ് വണ്ടിയിൽ ആർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. പക്ഷേ ഗുഡ്സ് വണ്ടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, ഡ്രൈവ് മോഡുണ്ട്. ഈ സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ ഡീസൽ വണ്ടി ഇതിൻ്റെ സെയിം തന്നെ ഡീസൽ വണ്ടി ഒരിക്കലും ഇതിൻ്റെ കൂടെ എത്തില്ല. കാരണം അത്രയും പവർഫുള്ളാണ്. കാരണം ഡീസൽ കത്തി അതിൻ്റെ ടർബോ വർക്ക് ചെയ്ത് വരുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഇത് എത്തേണ്ടടുത്തേക്ക് എത്തും. കാരണം അത്രയും പവർഫുള്ളാണ്. ഇതിൻ്റെ ഡയറക്റ്റ് മോട്ടറിൽ ഡയറക്റ്റ് വീലിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ അവിടെ ഒരു ഇതും വരുന്നില്ല, നമുക്കൊരു ലാഗ് വരുന്നില്ല. ആ ലാഗ് ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ അത്ര ഫ്രീ ആയിരിക്കുള്ളൂ. വണ്ടി സ്റ്റാർട്ടായിന്ന് പോലും അറിയില്ല. കാരണം അത്രയും സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ സ്വിച്ച് ബ്രാൻഡിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ആദ്യം ആ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു ആപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു മൊബൈലിലിരുന്ന് എല്ലാ കാര്യങ്ങളും വണ്ടി എവിടെയാണ്, എന്തൊക്കെ റൺ ചെയ്തു, ഏത് സ്പീഡിൽ പോയി, എവിടെ സ്റ്റോപ്പ് ചെയ്തു, എവിടെ ചാർജ് ചെയ്തു, എവിടെ നിർത്തിവിട്ടു, എത്ര സമയം, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ ഒറ്റ ആപ്പിൽ നമുക്കിരുന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതേപോലെ ലൈവ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ടി നമ്മൾ പല പണിക്കാർ പല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. നമുക്ക് ഈസി ആയിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. വണ്ടി ഏതാ എങ്ങനെയാണ് ഏത് സ്പീഡ് വരെ നമുക്കത് ക്ലിയർ ആയിട്ട് മുന്നോട്ട് നോക്കാൻ പറ്റും.